ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെ നയിക്കുമാറാകട്ടെ. ദഹനക്രമത്തെക്കുറിച്ച്, ദഹനത്തിന്റെ രാജിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുമാത്രം സൂക്ഷിച്ചാൽ പോരാ, വേറെയും കുറെ ഘടകങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിലൊന്നാണ് ഭക്ഷണത്തിന്റെ അളവ്. അതും ദഹനവുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ട് നമ്മള് പഴയകാലം മുതൽ നമ്മൾ ശീലിച്ചാണ് വയറ് നിറച്ച് കഴിക്കണം, വയറ് നിറച്ച് ഉണ്ണും എന്ന് നമ്മുടെ വീട്ടുകാരൊക്കെ പ്രേരിപ്പിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോഴാണ് ചില ജ്ഞാനികൾ, യോഗികളൊക്കെ നമ്മളോട് പറയുക അല്പഭക്ഷണമാണ് നല്ലത് എന്ന്. ഇതിനെന്താണ് ശരി? അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: സ്മോൾ ക്വാണ്ടിറ്റി ഫുഡ് ഡൈജസ്റ്റ് ഈസിലി while operating slows and weakens digestion. ഭക്ഷണത്തിന്റെ അളവും ദഹനവും. ഭക്ഷണത്തിന്റെ അളവ് ദഹനം എത്രത്തോളം നന്നായി നടക്കുന്നു എന്നതിനെ ശക്തമായി സ്വാധീനിക്കുന്നു. ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് കുറഞ്ഞ അളവിലുള്ള ഭക്ഷണത്തെ കാര്യക്ഷമമായി കലർത്താനും വിഘടിപ്പിക്കാനും കഴിയും എന്നതിനാൽ എളുപ്പത്തിൽ ദഹനം നടക്കുന്നു. വലിയ അളവിലുള്ള ഭക്ഷണം കട്ടിയുള്ള ഒരു ഭക്ഷ്യഭാണ്ഡത്തെ സൃഷ്ടിക്കുകയും ഇളക്കലും എൻസൈം സമ്പർക്കവും കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ദഹനത്തെ മന്ദഗതിയിലാക്കുന്നു. അമിതമായ ഭക്ഷണം കഴിക്കുന്നത് വയറ്റിലെ ആസിഡുകളെ നേർപ്പിക്കുകയും അപൂർണമായ ദഹനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വലിയ അളവ് ഭക്ഷണങ്ങൾ കൂടുതൽ ഊർജവും രക്തയോട്ടവും വിനിയോഗിക്കുന്നതിനാൽ ഊർജഭാരവും ഉറക്കമില്ലായ്കയും ഉണ്ടാക്കുന്നു. അമിതമായ ഭക്ഷണം കുടലിൽ അവശേഷിക്കുമ്പോൾ അത് കൂടുതൽ നേരം അവിടെ തങ്ങുകയും പുളിക്കാൻ തുടങ്ങുകയും വാതകവും അസ്വസ്ഥതയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭക്ഷണത്തിന്റെ അളവ് ശരീരത്തിന്റെ ശേഷിയുമായി പൊരുത്തപ്പെടുമ്പോഴാണ് ദഹനം മികച്ച രീതിയിൽ സംഭവിക്കുക. വിട്ടുപോകാനാകാത്ത ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രതിപാദിച്ചത്. നമ്മുടെ പാരമ്പര്യമാണ് നിറയെ ഭക്ഷണം കഴിക്കുക, വയറ് നിറച്ച ഭക്ഷണം കഴിക്കുക, വിശപ്പ് കഴിയുന്നത് വരെ ഭക്ഷണം കഴിക്കുക. വിശപ്പ് കഴിയുന്നത് വരെ എന്ന് വെച്ചാല് മതി എന്ന് നമുക്ക് തോന്നുന്നത് വരെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ കഴിക്കുമ്പോ ചിലപ്പോ ഈ മതി എന്നുള്ള തോന്നൽ അത്ര പെട്ടെന്ന് വന്നു എന്ന് വരില്ല. അപ്പോ ഒരുപാട് നമുക്ക് കഴിക്കാൻ തോന്നും. അല്ലെങ്കിൽ തന്നെ നമ്മൾ മലയാളികൾ കഴിക്കുന്ന, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നു അത് ദഹനത്തെ ശരിക്കും നല്ലപോലെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ ദഹന വ്യവസ്ഥയ്ക്ക് കുറഞ്ഞ അളവിലുള്ള ഭക്ഷണത്തെ കാര്യമായി കലർത്താനും വിഘടിപ്പിക്കാനും കഴിയും. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണെന്നിരിക്കട്ടെ, അയാളെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. 2 അതിഥികൾ വരികയാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് 2 പേര് വരികയാണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. 100 പേര് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്രയും പേരെ കൈകാര്യം ചെയ്യാനുള്ള ഒരേ രീതിയിലായിരിക്കും, ഒരേ പാറ്റേണിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത്രയും പേരെ കൈകാര്യം ചെയ്യാനുള്ള സമയം കൂടുതലെടുക്കും അല്ലെ? അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് കുറഞ്ഞ അളവിലുള്ള ഭക്ഷണത്തെ കാര്യക്ഷമമായി കലർത്താനും വിഘടിപ്പിക്കാനും കഴിയും. ഈ മിക്സ് ചെയ്യുക എന്നൊരു കാര്യമുണ്ടല്ലോ അല്ലെ, കൈമിനെ മിക്സ് ചെയ്യുക എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ അതിനെ ഡിസിന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമുണ്ട്. ഇപ്പൊ അത് ഈ മിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷെ അളവ് കൂടുതലാണെങ്കിലും എളുപ്പത്തിൽ സാധിക്കുമായിരിക്കാം. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയ അളവിൽ മിക്സ് ചെയ്യുന്നതും വലിയ അളവിൽ മിക്സ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമില്ലേ? ഇത്രയേറെ സാധനങ്ങൾ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യണ്ടേ? അതുപോലെ തന്നെ വിഘടിപ്പിക്കുക എന്നുള്ളത്, അവയെ ഓരോന്നിനെയും ഡിസിന്റഗ്രേറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്നെല്ലാം എക്സ്ട്രാക്ട് ചെയ്യാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ അളവാണെങ്കിൽ സ്വാഭാവികമായിട്ടും മിക്സിങ്ങും ഡിസിന്റഗ്രേഷനും സമയമെടുക്കും. പിന്നെ പലപ്പോഴും ഈ വലിയ അളവിലുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ അതൊരു ആസ് എ ഹോൾ, ആസ് എ മാസ് ആണ് ഉണ്ടായി വരിക. നമ്മൾ ഒരുപാട് കഴിച്ചു, ആമാശയത്തിൽ നിന്ന് ഈ സാധനം പോകുന്നത് ഒരു കട്ടയായിട്ടായിരിക്കും. അങ്ങനെ കട്ടിയുള്ള ഒരു ഭക്ഷ്യഭാണ്ഡത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് അതിന്റെ ഇളക്കൽ, അതിനെ മൊത്തത്തിൽ ഇളക്കുക എന്ന് പറയുന്ന സമയത്ത് ശരിക്കും സാധിക്കണമെന്നില്ല. അതുപോലെ അതിലേക്ക് ഈ കട്ടിയായിട്ട് നിൽക്കുന്ന സാധനത്തിലേക്ക് എൻസൈമുകൾ, ദഹനേന്ദ്രിയത്തിലെ എൻസൈമുകൾ ചെല്ലുന്ന സമയത്ത് ഈ എൻസൈമുകൾ എല്ലാ ഭാഗത്തും സ്പർശിക്കും. ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു മാസമായിട്ട് സാധനം പോകുന്നു. അപ്പൊ എൻസൈമുകൾ എന്നുള്ള അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള ഒരു ഭാഗത്ത് മാത്രമേ, അതിന്റെ സർഫസിൽ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ സമ്പർക്കം കുറയുന്നു.
അപ്പൊ ഇത് മുഴുവൻ ആവണമെങ്കിലോ പിന്നെ ഇതിനെ മാറ്റി 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 ചെയ്യണം. അപ്പോ ദഹനം മന്ദഗതിയിലാവും. അതുപോലെ തന്നെ ഈ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് ഒരു സ്വഭാവമുള്ളത്, ഒരു മനുഷ്യന്റെ ഈ വിശപ്പ് മാറ്റുന്ന പ്രക്രിയയിൽ അതിനൊരു ഒരു എൻസൈമുകളും ദഹന രസങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു അളവുണ്ട്, ഒരു പരിധിയുണ്ട്. ഈ പരിധിയിലേക്ക് അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും, ഇപ്പൊ നമ്മൾ ഒരു മാസമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നിരിക്കട്ടെ, ഇനി ഈ മാസത്തിനെ മുഴുവൻ നമ്മൾ തവിട് പൊടിയാക്കി ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഈ മുഴുവൻ ഭക്ഷണത്തെയും കൈകാര്യം ചെയ്യാനുള്ള ദഹനരസങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ എല്ലായിടത്തും ദഹനരസം എത്തിയേ പറ്റൂ. അപ്പൊ ദഹനരസത്തിന്റെ ഗാഠത കുറഞ്ഞ് സൂക്ഷ്മത കുറഞ്ഞ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് നേർത്തു പോകും. എഫക്റ്റീവായിട്ട് ഇത് നേർപ്പിച്ച ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താ ഉണ്ടാവുക? ദഹനം എന്നുള്ളത് പൂർണ്ണമായിട്ട് സംഭവിക്കില്ല, അപൂർണമായ ദഹനത്തിലേക്ക് നയിക്കും. പിന്നെ കൂടുതൽ ഊർജം വേണമല്ലോ, ദഹനത്തിന് ഊർജം വേണം. ഇപ്പൊ കൂടുതൽ ദഹനം നടക്കേണ്ടി വരുന്ന സമയത്ത്, കൂടുതൽ വസ്തുക്കൾ ഉള്ള സമയത്ത് കൂടുതൽ ഊർജം ചെലവാകുന്നുണ്ട്. അതിനനുസരിച്ച് രക്ത ഓട്ടം, മറ്റ് ലിംഫുകളുടെ ഓട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോ ശരീരപ്രവർത്തനങ്ങൾ കൂടുതലുണ്ട്. കൂടിയ അളവിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശരീരപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇത്രയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് പതുക്കെ പോവുള്ളൂ. പതുക്കെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന അടുത്ത പുലിവാൽ എന്ന് പറയുന്നത്, ഇത് അവിടെ കൂടുതൽ നേരം തങ്ങി നിൽക്കും. കാരണം പ്രോസസ്സ് കഴിഞ്ഞിട്ട് വെളിയിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം തങ്ങി നിൽക്കും. കൂടുതൽ നേരം തങ്ങി നിൽക്കുന്ന സമയത്ത് അത് പുളിക്കാൻ തുടങ്ങും, ഫെർമെന്റേഷൻ കൂടും. ആ സമയത്ത് അവിടെ വാതകങ്ങൾ ഉണ്ടാവും. വാതകങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ അസ്വസ്ഥത ഉണ്ടാവും. നമുക്ക് സ്വാഭാവികമായിട്ടും വല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും. ഇത് മറ്റൊരു അവസ്ഥയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ശേഷി ഉണ്ടല്ലോ. ഇപ്പൊ ഒരു കുഞ്ഞിനാണെങ്കിൽ ആ കുഞ്ഞിന്റെ ശേഷി, നമ്മൾക്ക് ഒരു പ്രായപൂർത്തിയുള്ളതാണെന്ന് വെച്ചാൽ നമുക്കൊരു ശേഷിയുണ്ട്. നമ്മൾ ശീലത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ശേഷിയെ കുറിച്ചാണ്. ആ ശേഷിക്ക് അനുസരിച്ച് ഭക്ഷണം കഴിക്കുക. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ വയറിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുക. പല കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്, ഈ വയറിന്റെ പകുതി ഭക്ഷണം, അതിന്റെ പകുതി വെള്ളം, അത്രയും തന്നെ വായു, ഇത്രയും ഉണ്ടെങ്കിലാണ് ദഹനം കൃത്യമായിട്ട് നടക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ അളവിനെ മനസ്സിലൊന്ന് സൂക്ഷിക്കുക. വയറിന്റെ പകുതി കഴിച്ചാൽ മതി. അപ്പൊ എന്താ വെച്ചാൽ ദഹനം വളരെ പെട്ടെന്ന് നടക്കും. ഈ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള റിസൾട്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വിശപ്പ് മാറുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതോ ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങളും ശരീരത്തിന് വേണ്ടുന്ന ഊർജ്ജമൊക്കെ കിട്ടുക എന്നുള്ളതാണോ? ആണെങ്കിൽ വയറ് നിറച്ച് കഴിച്ചിട്ട് കാര്യമില്ല. കാരണം കാര്യം നടക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുക. നമ്മുടെ തൃപ്തി എന്നുള്ള കാര്യമാണ്. നമുക്ക് മതി എന്ന് തോന്നുന്നവരെ കഴിച്ചു എന്നുള്ള തൃപ്തി മാത്രമാണ് നടക്കുക. അപ്പോ വയറ് നിറച്ച് കഴിക്കുന്നതിന് പകരം അല്പം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടും. ഭക്ഷണം കഴിക്കുന്നതിന്റെ എക്സ്ട്രാക്ഷൻ കൃത്യമായിട്ട് നടക്കും, ഡൈജഷൻ കൃത്യമായിട്ട് നടക്കും. അപ്പൊ അത് നടക്കണം എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കഴിക്കുക, വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ളത് കഴിക്കുക. ഇപ്പോ മറ്റേ ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കഴിച്ചാൽ മതി. അതേസമയം മറ്റേ കുക്ക് ഫുഡ് ആയിരിക്കണം കുറച്ച് കൂടുതൽ കഴിക്കണം. കുറച്ചേ കൂടുതൽ കഴിക്കാവൂ, അധികം കൂടുതൽ കഴിക്കരുത്. അപ്പോൾ അമിത ഭക്ഷണം എന്നുള്ളത് ഒരിക്കലും നമ്മുടെ വിശപ്പിനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ ഉള്ള ഒരു മറുമരുന്നല്ല. അമിത ഭക്ഷണം എപ്പോഴും ആപത്താണ്. പകരം ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. അപ്പൊ നമ്മൾ ഈ ഫുഡ് സ്പെക്ട്രത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോ, ഫുഡ് സ്പെക്ട്രം എന്നുള്ളത് ഭക്ഷണത്തിന്റെ ഘടനയ്ക്കനുസരിച്ചുള്ള ഒരു ക്രമീകരണമാണെങ്കിൽ അത് മാത്രമല്ല ദഹനത്തെ ബാധിക്കുന്നത്, അളവും ബാധിക്കുന്നുണ്ടെന്ന് പറയാനാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പോ പ്രത്യേകിച്ചും ഇന്നലെ നട്ട്സിനെ കുറിച്ച് പറഞ്ഞു, അവിടെ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. നട്ട്സ് എന്ന് പറയുന്നത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനം കഴിക്കാതിരിക്കണം. അപ്പോ അല്ല, കഴിക്കാം. പകരം ചെറിയ അളവിൽ കഴിക്കുക, വളരെ ചെറിയ അളവിൽ കഴിക്കുക. അപ്പോൾ അത് ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിക്കുക. കാരണം അതിനുവേണ്ടി മാത്രമാണ് കൂടുതൽ ഊർജം വേണ്ടി വരിക. ആയിക്കോട്ടെ, അതിനുവേണ്ടി മാത്രം കൂടുതൽ ഊർജം ചിലവാക്കി ബാക്കിയുള്ളത്
മൊത്തത്തിൽ ശരീരം ഡൈജസ്റ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് ആ ഒരു സിസ്റ്റത്തിലേക്ക് കടത്തിവിടും. അപ്പോ പ്രോട്ടീൻ പോലുള്ള കാര്യങ്ങൾ, ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ അളവിൽ കഴിക്കുക, ബാക്കിയുള്ളത് സാധാരണ അളവിൽ കഴിക്കുക. സാധാരണ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തണം. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ മുഴുവൻ വയറ് നിറച്ച് കഴിക്കുന്നത് കണ്ടിട്ട് അങ്ങനെയാണ് കഴിക്കേണ്ടത് കരുതരുത്. അപ്പൊ കാരണവന്മാർ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ള പകുതി ഭക്ഷണം എന്നുള്ള അരവയർ ഭക്ഷണം എന്നുള്ളത് ഒന്ന് ശീലിക്കുന്നത് നന്നായിരിക്കും. അരവയർ തന്നെയാണോ കഴിക്കേണ്ടത് എന്നുള്ള അങ്ങനെയൊന്നും കണക്കാക്കണ്ട, എങ്കിലും ആ ഒരു ധാരണ നമ്മൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അരവയർ ഭക്ഷണം, കാൽവയർ വെള്ളം, കാൽവയർ വായു. അപ്പൊ ഈ ഒരു ധാരണയിലായിരിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ. ആ ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ചെറിയ അളവിൽ മാത്രം കഴിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.